അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുൻഗാമികളായ മഹാന്മാർ, മഹദിമാർ, അവരുടെ ജീവിതം വലിയ അത്യപൂർവ സംഭവങ്ങൾ നിറഞ്ഞതായിരുന്നു. നമുക്ക് സഞ്ചരിക്കാം ചരിത്രത്തിലൂടെ. മഹാനായ ഇബ്നുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തൻ്റെ കുട്ടിക്കാല സമയത്ത് മഹാനവറുകൾ തൻ്റെ ഉപ്പയുടെ ഖബറിൻ്റെ അരികിൽ സിയാറത്ത് ചെയ്യാൻ പതിവായിരുന്നു. ഒരു ദിവസം റമദാൻ മാസത്തിൽ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിൽ മഹാനവറുകൾ സുബഹി സമയത്ത് ഖബർസ്ഥാനിൽ പോയി തൻ്റെ ഉപ്പയുടെ ഖബറിൻ്റെ അരികിൽ പോയിരുന്നു. ആ ഖബർസ്ഥാനിൽ അപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വിജനമായ ഖബർസ്ഥാനിൽ തൻ്റെ ഉപ്പയുടെ ഖബറിൻ്റെ അരികിൽ മഹാനവറുകൾ ചെറിയ കുട്ടി അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയായിരുന്നു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ചപ്പുറത്ത് ഒരു ഖബറുണ്ട്. നല്ല തേച്ച് മിനുക്കിയ, നല്ല കെട്ടിപ്പൊന്തിച്ച നല്ലൊരു ഖബർ. ആ ഖബറിൽ നിന്നും വലിയ സൗണ്ട് കേൾക്കുന്നു. കേൾക്കുന്നവരെ ബേജാറിലാക്കുന്ന, പേടിപ്പിക്കുന്ന വലിയൊരു സൗണ്ട് കേൾക്കുന്നു. മഹാനവറുകൾ ആ സൗണ്ട് കേട്ടപ്പോൾ ഓത്ത് നിർത്തി ആ ഖബറിലേക്ക് നോക്കി. അപ്പം മഹാനവറുകൾ നോക്കുമ്പോൾ വലിയ സൗണ്ട്, മഹാനവറുകൾ ബേജാറാകുന്ന, പേടിപ്പിക്കുന്ന സൗണ്ട് കേട്ട് മഹാൻ മനസ്സിലായി ഈ ഖബറിൻ്റെ ഉള്ളിൽ ഉള്ള ആൾ ശിക്ഷിക്കപ്പെടുകയാണ്. ആരാണ് ഇദ്ദേഹം? ഇബ്നുൽ ഹൈതമി റളിയല്ലാഹു ചെറിയ കുട്ടിയാണ്. അപ്പോൾ ചെറിയ കുട്ടി ചിന്തിച്ചു, ആടെ ഖബറാണിത്, ഇതാടെ ഖബറാണ് എന്ന് ചിന്തിച്ചിരുന്ന് അങ്ങനെ ആ സൗണ്ട് കേട്ടിങ്ങനെ ഇരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം വെളുത്ത് വന്നപ്പോൾ ആ സൗണ്ട് അപ്രത്യക്ഷമായി. ആ സമയത്ത് ആ വഴിയിലൂടെ ഒരു പ്രായമുള്ള ആൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഖബറിൽ കിടക്കുന്ന ആൾ ആരാണ്? ഇത് ആരെ ഖബറാണ്? അപ്പോൾ ആ വലിയ മനുഷ്യൻ പറഞ്ഞു, ഇദ്ദേഹം വലിയ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹം ദിവസവും പള്ളിയിൽ വന്ന് ജമാഅത്ത് മുലാസമത്ത് ചെയ്ത മനുഷ്യനാണ്. പതിവായി ജമാഅത്തോട് കൂടെ നിസ്കരിക്കുന്ന മനുഷ്യനാണ്. ഇദ്ദേഹം ദീനിയായ കാര്യങ്ങൾ മുറപോലെ നടത്തുന്ന ആളാണ്. ആരോടും അങ്ങനെ സംസാരിക്കൂല. നല്ല സംസാരങ്ങൾക്ക് വളരെ കുറച്ച് മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, അങ്ങനെ ജീവിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് ആ വ്യക്തി പറഞ്ഞപ്പോൾ ഇബ്നുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും നല്ല വ്യക്തിയുടെ ഖബറാണോ ഇങ്ങനെ ശിക്ഷയുടെ അടയാളമായ വലിയ വേദനാജനകമായ സൗണ്ട് കേൾക്കുന്നത് എന്ന് മഹാനവറുകൾ ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ ബാഹ്യ ജീവിതം ഇങ്ങനെയായിരിക്കാം, ആന്തരിക ജീവിതം, ആത്മീയ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മഹാനവറുകൾ അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായി, ഒരു വ്യക്തി അദ്ദേഹത്തോട് അറിയിച്ചു, അയാൾ നല്ല ജീവിതമായിരുന്നു പ്രത്യക്ഷത്തിൽ, പക്ഷേ അയാളൊരു കച്ചവടക്കാരനാണെന്ന് മാത്രമല്ല പലിശയുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആളായിരുന്നു. അദ്ദേഹം പലിശ ഇടപാടിനോട് താല്പര്യം കാണിക്കുന്ന ആളായിരുന്നു എന്ന് കേൾക്കാൻ അറിഞ്ഞപ്പോൾ ഇബ്നുൽ ഹൈതമി റളിയല്ലാഹു മനസ്സിലായി, ഇദ്ദേഹത്തിൻ്റെ ഖബറിൽ നിന്നും വലിയ വേദനാജനകമായ ശിക്ഷ കേൾക്കാനുള്ള കാരണം എന്താണെന്ന് ഇബ്നുൽ ഹൈതമി റളിയല്ലാഹു മനസ്സിലായി. അദ്ദേഹത്തിന് ഭീകരമായ ശിക്ഷ ഖബറിൽ ലഭിക്കാനുള്ള കാരണം പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചതുകൊണ്ടാണ്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ, അതും അവസാനത്തെ 10, അതും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവ് സുബഹി സമയത്ത് വളരെ ഭീകരമായ ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നു.